ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. വെൽക്കം ടു ബിന സീക്രട്ട് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന അവൽ നനച്ചതാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് കനം കുറഞ്ഞ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 100 ഗ്രാം വരുന്ന ഒരു ചെറിയ ഉണ്ട ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയതും ഒപ്പം തന്നെ 5-6 ഏലക്കയും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് 2 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇത് നനയ്ക്കാനായി 1/2 കപ്പ് പാലിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാല് ചേർക്കുമ്പോൾ നല്ല സ്വാദുണ്ടാവും. ഇനി നമുക്ക് ഈ അവൽ മുഴുവൻ കുറേശ്ശെയായി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ള അവലിന് പകരം ചുവന്ന അവലും ഉപയോഗിച്ച് ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഈ എടുത്തു വച്ചിരിക്കുന്ന പാല് കുറേശ്ശെയായി കയ്യിലൊഴിച്ച് കുടഞ്ഞ് കൈകൊണ്ട് സാവകാശം അവൽ നനയ്ക്കണം. വീണ്ടും വീണ്ടും അല്പാൽപ്പം പാൽ കുടഞ്ഞ് കട്ടയാകാതെ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന പോലെ ഒട്ടും ബലം പ്രയോഗിക്കാതെ നനയ്ക്കണം. ഈ അവൽ മുഴുവനായും ഒറ്റയടിക്ക് നനഞ്ഞ് കുതിരുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. അങ്ങനെ വെള്ളം കൂടിപ്പോയാൽ അവൽ കട്ട പിടിച്ചു പോകും. കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് കട്ടകളൊക്കെ ഉടച്ച് ബലം പിടിക്കാതെ ചെറുതായി നനച്ചു കൊടുക്കണം. ഇപ്പോൾ അവൽ ഏകദേശം ഒരു പകുതിയൊക്കെ നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു പകുതി ചേർത്ത് കൊടുക്കാം. ബാക്കി അവസാനം ചേർക്കാനായി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ കൈകൊണ്ട് സാവകാശം ഇളക്കി കൊടുക്കാം. ഒട്ടും ബലം പ്രയോഗിച്ച് ആട്ട കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കരുത്, എങ്കിൽ പിന്നെ അവൽ കഴിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീരും. സാവകാശം നനച്ചു കൊടുക്കാം. ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ച് പാലും കൂടി തളിച്ചു കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഈ അവൽ എത്രത്തോളം നനഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും നനയാൻ ബാക്കിയുണ്ടോ എന്ന്. അതനുസരിച്ച് വെള്ളമോ പാലോ തളിച്ചു കൊടുത്ത് നനച്ചെടുത്താൽ മതി. നമ്മളൊരു അല്പസമയം വെച്ചിരിക്കുമ്പോൾ ഇത് കുറേ കൂടി സോഫ്റ്റായി വരും. അത് കണക്കാക്കി വേണം നനയ്ക്കാൻ. ഇപ്പോൾ അവൽ ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ഏകദേശം ഒരു 3 മിനിറ്റ് സമയമേ എടുക്കുകയുള്ളൂ. നമുക്ക് നല്ല തിരക്കുള്ളപ്പോൾ ഇതുപോലുള്ള ഈസിയായ നാടൻ വിഭവങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഹെൽത്തിയായ നാടൻ വിഭവങ്ങളൊക്കെ നിർബന്ധമായും അവർക്ക് കൊടുത്തു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പിന്നീട് വെള്ളം അധികം ചേർക്കരുത്. അപ്പോൾ ശർക്കര അലിഞ്ഞ് ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലാവും. ശർക്കര ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഒട്ടും ബലം പിടിക്കാതെ ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അവൽ നനയ്ക്കുമ്പോൾ നമ്മൾ എത്ര തേങ്ങ ചേർത്ത് കൊടുക്കുന്നോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇത് തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അവൽ റെഡിയായി കഴിഞ്ഞു. ചെറുതായൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അവൽ നനച്ചത് നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവമാണ്. ഇതിൽ പഴം അരിഞ്ഞത് ചേർത്ത് കഴിച്ചാൽ പിന്നെ സ്വാദ് പറയാനുമില്ല. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും തന്നേക്കണേ.